എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് 4 വർഷം തികയാണ്. ജാസി എന്ന വ്യക്തിയുടെ ഉപ്പാൻ്റെ 4ാമത്തെ ആണ്ടാണ്. ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ഉമ്മാനെ വിവാഹം ചെയ്ത് ഓനെ ഉണ്ടാക്കിയെന്നല്ലാണ്ട് വേറെ ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതകാലത്ത് വന്നുപോയിട്ടുള്ള തെറ്റ് കുറ്റങ്ങളൊക്കെ അള്ളാഹു താല അഫ്വ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതകാലത്ത് ചെയ്ത സൽക്രമങ്ങളൊക്കെ അള്ളാഹു താല സ്വീകരിച്ച് സ്വർഗീയ അവകാശികളിൽ അദ്ദേഹത്തോടൊപ്പം നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഉപ്പാൻ്റെ മകൻ എന്നുള്ള നിലക്ക് ആ ഉപ്പാൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ പാൻറ്റും ഷർട്ടുമൊക്കെ ഇട്ട് നടന്ന ഒരു മകനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഏകദേശം 3 ആണ്ടുകൾ പിന്നിട്ടു. 4ാമത്തെ ആണ്ടിന് ആ മകൻ പർദ്ദ ഇട്ടിട്ട് ഏകദേശം 3 ആണ്ടുകൾ പിന്നിട്ടു. 4ാമത്തെ ആണ്ടിന് ആ മകൻ പർദ്ദ ഇട്ടിട്ട് ഒരു പെണ്ണ് വേഷം കെട്ടിയിട്ട് ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുന്ന ആ ഒരു ഉപ്പാൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്തെങ്കിലും നന്മയുണ്ടാവുമോ? എന്തെങ്കിലും നന്മയുണ്ടാവുമോ? അല്ലാഹു അഅലം. എടാ ആണും പെണ്ണും കെട്ടവനെ, അനക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം, തോന്നിയ വസതിൽ ജീവിക്കാം, ഒക്കെ ചെയ്യാം. എന്നിട്ട് അത് വെള്ളപൂശാനായിട്ട് എന്ത് ചെയ്യരുത്? ദീനിൻ്റെ നിയമങ്ങൾ എടുത്തിട്ട് അന്നിലേക്ക് ചാർത്തരുത്. അത് ചാർത്തുമ്പോഴാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത്. ഇജ് പാവാടിട്ടിട്ട് തുള്ളിച്ചാടിക്കണം, നമ്മളൊന്നും എന്ത് ചെയ്തിട്ടില്ല, മുണ്ടിയിട്ടില്ല. ഹറാം പറപ്പുകൾ ഇഷ്ടം പോലെ ചെയ്തു കൂട്ടിക്കണം, അതിനെയൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പക്ഷേ ലോകത്തില്ലാത്ത സകല തെണ്ടിത്തരങ്ങളും തോന്നിയ വാസങ്ങളും ചെയ്തിട്ട് അത് അള്ളി റസൂലൊക്കെ ഇഷ്ടപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ അതിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ശബ്ദിച്ചിട്ടുണ്ട്. അതെന്താണ്? അത് ദീനിൻ്റെ നിയമങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ജനനം, മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, ആണ്ട്, ആ ഉപ്പാക്ക് വേണ്ടി ഖബർ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മക്കൾ നന്മകൾ ചെയ്യുക, അതേപോലെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇസ്ലാമിക വീക്ഷണപ്രകാരം ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒന്നില്ലെങ്കിൽ ആണായിരിക്കണം, അല്ലെങ്കിലോ പെണ്ണായിരിക്കണം. ഇതാണുമല്ല പെണ്ണുമല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന സകല തോന്നിയവാസങ്ങളും സകല തെണ്ടിത്തരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ചെയ്ത് ജീവിക്കുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം, അത് എന്നെ കൂട്ടുപിടിക്കുന്ന എൻ്റെ ആ താടിക്കാരനേലും കുഴപ്പമൊന്നുമില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉപ്പാൻ്റെ ആണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുക, അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മൗലൂദ് ഓതലാണ്, ഖുർആൻ പാരായണം ഓതലാണ്. ഇജെന്താ മൗലൂദ് പോലെ ചെയ്തോ? എന്താ ചെയ്തോ മുമ്പ് പിന്നെ മൗലൂദ് പോലെ? നെയ്ച്ചോറുണ്ടാക്കുക, കോഴി പൊരിക്കുക, തിന്നുക, ഇങ്ങനെ രണ്ടാളും കൂടെ കഴിക്കുക. നിങ്ങൾക്ക് ദീനുമായിട്ട് എന്താ ബന്ധമുള്ളത്? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്ലാമിൽ ഉമ്മ, ഉപ്പ, അതേപോലെ സഹോദരിമാർ, സഹോദരന്മാർ, ഒരു ഉപ്പാൻ്റെ മക്കൾ, ആമക്കൾ, പെമ്മക്കൾ, വിവാഹം, കുടുംബം, ജീവിതം, ദാമ്പത്യ ജീവിതം, ഇതൊക്കെ ഹലാലാക്കപ്പെട്ട രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് ഒരു പുരുഷനെ വിവാഹം ചെയ്യണമെങ്കിൽ അതിൽ നിയമങ്ങളുണ്ട്. അതേപോലെ ഒരു പുരുഷനിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങളുണ്ട്. ആരെ വിവാഹം ചെയ്യാനെങ്കിലും അവരുടെയും അവരുടെ മാതാപിതാക്കളുടെ, സ്വന്തം ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും ഇരു കൂട്ടരുടെയും അവരുടെ സമ്മതത്തോടുകൂടെ, പരിപൂർണ സമ്മതത്തോടു കൂടി പടച്ച റബ്ബിൻ്റെ ഒരു നിയമമുണ്ട്. മനസ്സിലാവുണ്ടോ? ആ നിയമൻ്റെ നിക്കാഹ് എന്ന ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പടച്ച തമ്പുരാൻ്റെ നിയമപ്രകാരം മാത്രമായിരിക്കണം, എങ്കിലേ അതിൽ ഹൈറുള്ളൂ, നന്മയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങൻ്റെ കയ്യിൽ എന്ത് പുണ്ണാക്കമുള്ളത്? ജാണാണോ പെണ്ണാണോ? ഒരാണ് പെണ്ണ് വേഷം കെട്ടിയിട്ട് ആ പെണ്ണിനെ വേറൊരാൾ കൊണ്ടു നടക്കുന്നത് ദീനിലെങ്ങനെ സ്ഥിരപ്പെടുക? എങ്ങനെയെങ്കിലും സ്ഥിരപ്പെടുമോ? ആ ഇയാണ് വാപ്പാൻ്റെ പേർക്ക് മൗലൂദ് പോലെ ചെയ്തത്. ഉളുപ്പില്ലട ചങ്ങാതി, എനക്ക് ഒരു ലേശം ഉളുപ്പ്. തീട്ടം തിന്നുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും യോജിക്കാത്ത നിരക്കാണ് തീട്ടം തിന്നുന്ന ആളുകൾക്ക് പോലും, ആ ബുദ്ധിക്ക് പോലും
ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്ത കാര്യങ്ങളാണ് ഈയും എൻ്റെ ആ നെറികെട്ട താടിക്കാരനും കൂടെ ചെയ്തു കൊടുക്കുന്നത്. എടാ താടിക്കാർ, ആശി എന്ന് പറയുന്ന പരട്ടെ, അനക്ക് കുടുംബമില്ലേ? അന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മല്ലേ? അനക്ക് കൂട്ടുകുടുംബങ്ങളോ സഹോദരന്മാരോ സഹോദരിമാരോ വല്യപ്പ മൂത്താപ്പ അങ്ങനെ കുട്ടി മക്കൾ കുടുംബങ്ങൾ സഹോദരിമാരോ ആരുമില്ലേ? ഇതൊന്നും ഇല്ലാത്തൊരു ജന്മമാണോ ഈ? അതൊക്കെ ഉള്ള നിനക്ക് ഈ ചങ്ങാതിന് മൂട് നാങ്ങി നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അള്ളാഹു ആലം. ഇത് എവിടെ നിന്ന് കിട്ടാൻ രക്ഷ? എവിടെ നിന്നും കിട്ടൂല. നിങ്ങളൊക്കെ മരിച്ചു കിടക്കുമ്പോണ്ടല്ലോ, മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് കബറിൽ കൊണ്ട് വയ്ക്കാനും പറ്റിയ ഒരു 4 ആളുകളെ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ മരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ മരിച്ചാൽ എൻ്റെ മയ്യത്താരെ കുളിപ്പിക്കുക? എന്നെ പള്ളിക്കായിട്ട് അടക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ മയ്യത്താരെ കുളിപ്പിക്കുക? സ്ത്രീകളോ അതോ പുരുഷന്മാരോ? അത് കുളിപ്പിലെങ്കിൽ ഇജ്ജ് ഏതാണ് വകുപ്പ് എന്നുള്ളത് സംഗതി സ്ഥിരപ്പോലുണ്ടേ. എന്താ പോൻ്റെ കഥ? അള്ളാഹു വരും. എന്താ പോൻ്റെ കഥ? അള്ളാഹു വരും. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാണ്? ഈ ജാസി എന്ന് പറയുന്ന ഈ പരട്ടയുടെ ഈ വ്യക്തിയുടെ നാട് കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറത്തിലുള്ള ഇവൻ അംഗീകരിക്കുന്ന മഹല്ല് നിവാസികളോടാണ് പറയുന്നത്. ഇസ്ലാമിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇവിടെ ഹാഷിയുടെ ഉമ്മ ഒരു വോയിസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹാഷി എങ്ങാനും ജാസിയം കൊണ്ട് ഓൻ്റെ വീട്ടിൽ പോയാലും കുറ്റിച്ചൂലെടുത്തിട്ട് എന്താവും അടിച്ചു ഓട്ടിക്കുന്നുള്ളത്. ആ നിലപാട് ലംഘിച്ചിട്ടാണ് ജാസിയുടെ ഉമ്മ ഇവരെ വീട്ടിൽ കയറ്റിയിട്ടുള്ളത്. ഇങ്ങനെ തെണ്ടിത്തരത്തിലൂടെ നെറികെട്ട ജീവിതം ജീവിക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ആ മഹല്ല് കമ്മിറ്റി അംഗീകരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് നിഷിദ്ധം തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ മഹല്ലത്തിൽപ്പെട്ട ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം ചെയ്തു വന്ന് ഒരു മതം മാറാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് നിരക്കാത്താണ്, വ്യഭിചാരമാണ്. അതിന് ആ കുടുംബം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ കുടുംബത്തിനെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കണം എന്നതുപോലെയാണത്. ഒരാണ് പെണ്ണ് വേഷം കെട്ടിയിട്ട് വേറെ ഒരു സ്ഥലത്തുനിന്ന് ഭാര്യയും ഭർത്താവായിട്ട് നടക്കുന്ന, ഒരാണ് പെണ്ണ് വേഷം കെട്ടുക, എന്നിട്ട് ആ പെണ്ണിനെ വേറൊരു ചെറുക്കൻ ഭാര്യയും ഭർത്താവും പോലെ ജീവിക്കുക, എന്നിട്ട് ആ ജീവിക്കുന്ന ആ കുടുംബം ഇവരെ അംഗീകരിക്കുന്നതിൻ്റെ എന്ത് വേണം? ആ കുടുംബത്തിനെ ആ മഹല്ല് കമ്മിറ്റി അംഗീകരിക്കാൻ തന്നെ പാടുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊരിക്കലും പറ്റൂലല്ലോ. എങ്ങനെ പറ്റുക? നിങ്ങളൊന്ന് സ്ഥിരപ്പെടുത്തി നോക്കി. പെണ്ണ് വേഷം കെട്ടി നടക്കുന്ന ഒരുത്തൻ്റെ കൂടെ കൂടിയിട്ട് ഓൻ ഇട്ടിട്ട് പോയപ്പോൾ ഓൻ്റെ സമയദോഷം നോക്കാനായിട്ട് ഏതൊരു ഉസ്താദ് പതിവിട്ട്, ആ ഉസ്താദിൻ്റെ അഡ്രസ്സും ഡീറ്റെയിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇവിടെ അറിയിക്കണേ. വിളിച്ച് 4 തെറി പറയണ. ആ ഉസ്താദ് പറഞ്ഞത്രേ, പിന്നെ എൻ്റെ ആശയം എനിക്ക് നഷ്ടപ്പെടില്ല എന്ന്. ഏത് മൊയിലേരാണെന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയ്ക്കുള്ള അന്തംഗമ്മികളുണ്ടാവുമോ? കുറച്ചൊക്കെ ദീന് പഠിച്ച ഇവരുമായിട്ട് സംവദിക്കാൻ തന്നെ പാടുണ്ടോ? പാടില്ലല്ലോ. എന്താ ചെയ്യുക? ഏതായാലും അള്ളാഹു അലം. നമുക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഹയറുണ്ടെങ്കിൽ പടച്ചോ നന്നാക്കാൻ ഭാഗ്യം ചെയ്യട്ടെ എന്നുള്ളതാണ്. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ളത്, ഇതുവരെ ജീവിച്ച ഈ ഒരു നിമിഷത്തിൽ നിന്ന് അനക്കതിൻ്റെ റിവേഴ്സ് സഞ്ചരിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ മോനായിട്ട് മാറാൻ കഴിയുമെങ്കിൽ, മരണപ്പെട്ടു പോയ ആ ഉപ്പാൻ്റെ മോനായിട്ട് മാറാൻ കഴിയുമെങ്കിൽ, അതിന് സാധിക്കുമെങ്കിൽ എന്ത് വേണം? അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഉപ്പാൻ്റെ ഖബറിന് വേണ്ടിയിട്ട് ദ്വാരക്ക്, എന്നിട്ട് ഇബാദത്തുകൾ ചെയ്തിട്ട് ഉപ്പാൻ്റെ ഖബറിൻ്റെ ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാരക്ക്, എന്നിട്ട് ഓതും മൗലൂദ്, എന്നിട്ട് ഓതും ഖുർആനും പറയണം. ഇത് ലോകത്ത് സകല തോന്നിയവാസങ്ങളും ലോകത്തില്ലാത്ത സകല തോന്നിയവാസങ്ങളും തെണ്ടിത്തരങ്ങളും കാണിച്ച് ജീവിക്കുന്ന അന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് മൗലൂദ് പോലെ ചെയ്തു, കുറേ ചോറുണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, എന്ത് കാര്യമുള്ളത്? ഇതൊക്കെ ഏത് ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്? ഇതൊന്നും പറഞ്ഞുതരാൻ കുടുംബത്തിൽ ആരും ഇല്ലല്ലേ?
തോന്നിയവാസത്തിൽ ജീവിക്കുന്നവർ തോന്നിയവാസത്തിൽ ജീവിക്കുക. മതവുമായിട്ട് എന്ത് ചെയ്യരുത്, കൂട്ടിക്കൊടുക്കാൻ വരരുത്. അത് സ്വന്തം ഉപ്പയാണെങ്കിലും